ആത്മാർത്ഥമുള്ള ഒരു കൂട്ടുകാരനായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബ്രദറിനെ പോലെ, അല്ലെങ്കിൽ ഒരു കളവനായിട്ടായിക്കോട്ടെ ഉണ്ടായിരുന്നെങ്കിൽ, എൻ്റെ അക്കൗണ്ട് നമ്പറും എൻ്റെ അഡ്രസ്സുള്ള ചെക്ക് ലീഫ് അതിൻ്റെ പോയപ്പോൾ വിളിച്ച് പറയണ്ടേ? ഇതിന് ഭാഷ വേറെ പറയണം, പക്ഷേ ഞാൻ പറയാൻ എനിക്ക് എൻ്റെ നാവ് വഴങ്ങില്ല അതിൻ്റെ ഭാഷ എന്താ എന്നുള്ളത്. തറവാടിയിട്ടുള്ളൊരു മനുഷ്യനാണെങ്കിൽ പറയും. ഹായ്, നമസ്കാരം. വീണ്ടും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആർത്തി മൂർത്തി പ്രാന്തായി എന്ന് പറയുന്നിട്ടില്ല, അതുപോലെ ആരാധന മൂർത്തി പ്രാന്തായി എന്ന് പറയുന്നിട്ടില്ലേ, അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഫ്ലവേഴ്സ് ചാനലിലെ മഹാലക്ഷ്മി എന്ന് പറയുന്ന സീരിയലിൽ അഭിനയിക്കുന്ന അരുൺ രാഘവൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു 70 വയസ്സെന്തോ ആയ ഒരു മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് 14 ലക്ഷത്തോളം രൂപ അടിച്ചു മാറ്റി എന്നുള്ള രീതിയിലുള്ള ഒരു വാർത്തയാണ് പ്രചരിക്കുന്നത്. അത് ഞാൻ കണ്ടു കേട്ടോ, ആ ഒരു വാർത്ത. അപ്പോൾ അദ്ദേഹം ആരാധന മൂത്ത് കൊടുത്തതാണ് കേട്ടോ. ആരാധന എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനോട് ആരാധന കാണാം, അത് സ്വാഭാവികമായിരിക്കാം. നമ്മൾ സീരിയലിലുള്ള നടന്മാരോടാണെങ്കിലും, സിനിമയിലുള്ള നടന്മാരോടാണെങ്കിലും, നടിമാരോടൊക്കെ ആണെങ്കിലും നമുക്ക് ആരാധന വരും, അത് സ്വാഭാവികമാണ്. പക്ഷെ എന്ന് പറഞ്ഞ് ഒരു പണം കൊടുത്തിട്ടുള്ള ആരാധന ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു മനുഷ്യൻ്റെ 14 ലക്ഷത്തോളം രൂപ ഈ ഒരു വ്യക്തി വാങ്ങിയിട്ടുണ്ട്. പിന്നെ തിരിച്ചു കൊടുക്കാൻ ചോദിച്ചപ്പോഴത്തേക്ക് ഭീഷണിപ്പെടുത്തുന്നു എന്നുള്ള രീതിയിലാണ് ഒരുപാട് വാർത്തകൾ തന്നെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും മറുനാടിൽ വന്ന ആ ഒരു ഇൻ്റർവ്യൂ നമുക്ക് ആദ്യം ജസ്റ്റ് കണ്ടിട്ട് വരാം. അതിന് മുന്നേ ഈ ഒരു മനുഷ്യന് 14 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. ഒരു വർഷത്തിലൊരിക്കൽ ഐഫോൺ മേടിച്ച് കൊടുക്കുമെന്ന് പറയുന്നു. അങ്ങനെ ലാസ്റ്റ് സമയത്ത് ഐഫോണിന് വേണ്ട, ഐഫോൺ അടുക്കി വെച്ചേക്കാണല്ലോ, അതുകൊണ്ട് ഐഫോൺ വേണ്ട, പകരം എനിക്ക് 1 ലക്ഷം രൂപ തന്നാൽ മതി എന്ന് പറഞ്ഞ് അവസാനമായിട്ടാണ് 11 ലക്ഷം രൂപ അങ്ങ് ബാങ്ക് വഴി എന്തോ ട്രാൻസാക്ഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. ഫ്ലവേഴ്സ് ചാനലിലെ സീരിയൽ മഹാലക്ഷ്മിയിലെ നടനായ അരുൺ രാഘവനെതിരെ വലിയ തട്ടിപ്പ് പരാതി ഉയർന്നിരിക്കുകയാണ്. തൃശ്ശൂർ ജില്ലയിലെ മാള കുഴു സ്വദേശി 84 വയസ്സുകാരനായ അരവിന്ദാക്ഷൻ എന്നയാളെയാണ് കബളിപ്പിച്ച് 14 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തിരിക്കുന്നത്. ഇയാളുടെ വീട് പണിക്ക് വേണ്ടിയിട്ടാണ് ഈ 14 ലക്ഷം രൂപ കടമായി വാങ്ങിയത്. പിന്നീട് ഇതുവരെ തിരികെ കൊടുത്തിട്ടില്ല. ഇത് സംബന്ധിച്ചിപ്പോൾ കേസ് നടക്കുകയാണ്. തട്ടിപ്പിനിരയായ അരവിന്ദാക്ഷൻ നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് സംഭവിച്ചത്? ഞാൻ 2017 ആദ്യമായിട്ട് അരുണുമായിട്ട് സംസാരിച്ചത്. ഞാൻ അമേരിക്കയിൽ അന്ന് ജോലി ചെയ്യുന്ന സമയമായിരുന്നു. അപ്പോൾ ഏഷ്യാനെറ്റിലെ ഭാര്യ സീരിയലിൽ അരുണിൻ്റെ അഭിനയവും സംസാരവും പെരുമാറ്റവും കണ്ടപ്പോൾ എനിക്ക് എൻ്റെ മകനെ പോലെയുള്ള സ്നേഹം ഉണ്ടായി. അതുകൊണ്ട് അവൻ്റെ ബുദ്ധിമുട്ടെന്നറിഞ്ഞ് ഞാൻ അങ്ങോട്ട് സഹായിച്ചതാണ്. പക്ഷേ എന്നെ പറ്റിക്കുന്നോ തിരിച്ചു തരാണ്ടിരിക്കുന്നോ വിചാരിച്ചിട്ടില്ല. അന്ന് ബുദ്ധിമുട്ടുണ്ട്. വീട് ഡിസംബർ 30 എല്ലാം ശരിയാക്കി 10ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് വീട് വൈഫിന് കൊടുക്കണം എന്നുള്ള ആഗ്രഹത്തിലേക്കാണ് വീട് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കോടിക്ക് ഫ്ലാറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇന്ത്യയിൽ ചെയ്യാൻ പൈസ ഇല്ലാണ്ട് വിഷമിച്ച സമയത്താണ് ഞാൻ ഓഫർ ചെയ്തത് അവനെ സഹായിച്ചിട്ടുള്ളത്. ഏത് വർഷമായിരുന്നു? 2017 പരിചയപ്പെട്ടെങ്കിലും 2018 വന്ന് അമേരിക്ക വന്ന സമയത്ത് നേരിട്ട് കണ്ടു. അതിന് നേരിട്ട് കണ്ടിട്ടില്ല, ഞാൻ അമേരിക്കയിലുള്ള കണ്ടു. ഇത് നടന്നത് 2020 ഫ്ലാറ്റ് മേടിച്ചതും. അതപ്പോൾ ആദ്യം ഞാൻ 11,07,000 രൂപയാണ് കൊടുത്തത്. 10 ലക്ഷം കൊടുക്കാനാണ് ഉദ്ദേശിച്ചിരുന്നത്. 10 ലക്ഷം കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ സാധാരണ ഞാൻ ഒരു ഐഫോൺ കൊടുക്കാറുണ്ട് ഇതിന് ഓരോ വർഷവും ഗിഫ്റ്റായിട്ട്. അപ്പോൾ പറഞ്ഞു ആ വർഷം ഫോൺ വേണ്ട, പൈസ കിട്ടുകയാണെങ്കിൽ ഉപകാരമാണെന്ന് പറഞ്ഞിട്ട് 11 ലക്ഷം, അപ്പോൾ ഓസ്പീഷ്യസ് നമ്പറാകാൻ വേണ്ടി 11,07,000 രൂപയായിട്ട് ഞാൻ ബാങ്ക് വഴി ട്രാൻസ്ഫർ ചെയ്തു. ഞാൻ ഇൻഫാക്റ്റ് ഞാൻ അവനെ ക്യാഷ് കൊടുക്കാനാണ് ഉദ്ദേശിച്ചത്. ക്യാഷ് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ക്യാഷ് വേണ്ട, എനിക്ക് ഇത്ര വലിയ തുക ബാങ്കിൽ റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ സോഴ്സ് ചോദിക്കും, അപ്പോൾ ടാക്സ് പ്രശ്നങ്ങൾ വരും, അതുകൊണ്ട് ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ബാങ്ക് ട്രാൻസ്ഫർ കൊണ്ട് എനിക്ക് രേഖയുണ്ടായി. ഓരോ വർഷം ഓരോ ഐഫോണാണ് വാങ്ങിക്കൊടുക്കുന്നത്. അതും സ്വന്തം മകൻ്റെ ബർത്ത്ഡേയുടെ തൊട്ടടുത്തുള്ള ദിവസം എന്തോ ആയതുകൊണ്ടാണ് ഇയാളോട് എത്ര അറ്റാച്ച്മെന്റ് എന്നാണ് ആ ഒരു വ്യക്തി പറയുന്നത്. ആൾ അമേരിക്കയിലായിരുന്നു. അമേരിക്കയിൽ നിന്ന് തിരിച്ചു വന്ന സമയത്തും അല്ലാണ്ടും ഓരോ വർഷത്തിലൊരിക്കൽ ഐഫോൺ. ഇതൊക്കെ പാവങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഉപകാരത്തിനുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ അതെങ്കിലും പുണ്യം കിട്ടും. ഇതുപോലെ കാശിന്റെ പുറകെ ഓടി നടക്കുന്ന കുറെ ആൾക്കാരെ സഹായിച്ചിട്ട് എന്താ നേടി? കയ്യിലിരുന്ന കാശും പോയി, എന്താ പറയാ, കക്ഷത്തിലിരിക്കുന്ന പൂവയും ചെയ്ത് ഉത്തരത്തിലിരുന്ന് കിട്ടിയില്ല. ഇതാണ് അവസ്ഥ. ഒരു മനുഷ്യനെ ഇഷ്ടപ്പെടാം, നമുക്ക് ആരാധിക്കാം, അത് സ്വാഭാവികമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷെ ഈ പണം കൊടുത്തിട്ടുള്ള സഹായം എന്തിനാണ്? അയാൾക്കൊരു ജോലിയുണ്ട്, അയാൾക്കൊരു പ്രൊഫഷണലായിട്ടൊരു കാര്യം ചെയ്യുന്നുണ്ട്, അയാളൊരു സീരിയൽ ആർട്ടിസ്റ്റ് ആണ്, സിനിമയിൽ ഉണ്ടായിരിക്കാം. അപ്പോൾ ഈ ഒരു വ്യക്തിക്ക് എന്താ ഉദ്ദേശത്തിലായിരിക്കാം ഈ ഒരു വ്യക്തി പൈസ കൊടുത്തേക്കുന്നത്? അത് 1-2 ലക്ഷം അല്ല, 14 ലക്ഷം രൂപയാണ് കൊടുത്തേക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു ഐഫോൺ ഓഫറും. ഇതൊക്കെ പാവപ്പെട്ട ജനങ്ങൾക്ക് കൊടുത്താൽ അവർ ഒരു നേരത്തെ അന്നെങ്കിലും മേടിച്ച് കഴിക്കും. അങ്ങനെ കൊടുത്താൽ അവരെങ്കിലും ആ ഒരു നന്ദിയെങ്കിലും കാണിക്കും.
ഇവനെ പോലെയുള്ള ആൾക്കാർക്ക് കൊടുത്താൽ എന്ത് നന്ദിയാണ് കാണിക്കാൻ പോകുന്നത്? എന്തായാലും പ്രൂഫ് ഉണ്ടായിരുന്നാലും അത് ഞാൻ കൊടുത്തിട്ടില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് അയാളുടെ പെരുമാറ്റമൊക്കെ. എന്തായാലും ബാക്കി കേൾക്കാം. അതിനുശേഷം ഓരോ ആവശ്യങ്ങൾക്കും വീട് മോർഗേജ് പേയ്മെൻറ്റിന് വരെ ഞാൻ 60,000 50,000 രൂപ അയച്ചതിൻ്റെ എല്ലാ രേഖയുണ്ട്. ഈ പൈസ മുഴുവൻ ബാങ്ക് ട്രാൻസ്ഫർ ആയതുകൊണ്ട് എല്ലാ രേഖയുണ്ട്. അതെന്നെ ദൈവം അവൻ തന്നെ പറഞ്ഞിട്ടാണ് ബാങ്ക് ട്രാൻസ്ഫർ ആക്കിയത്, അല്ലെങ്കിൽ ക്യാഷ് കൊടുത്തതിനെ. പക്ഷേ ക്യാഷിന് ഇങ്ങനെ പ്രോബ്ലം ഉണ്ട്, ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ബാങ്ക് ട്രാൻസ്ഫർ ചെയ്തു. അത് ദൈവാനുഗ്രഹമായി എനിക്ക്. പക്ഷേ ഇപ്പം എന്നോട് പറഞ്ഞതിനകത്ത് എൻ്റെ രോമത്തിൽ നിങ്ങൾക്ക് തൊടാൻ പറ്റില്ല, 10 പൈസ ഞാൻ തരില്ല. അതാണ് പറയുന്നത്. ദൈവം എന്തെങ്കിലും ഒരു കാര്യത്തിന് എവിടെയെങ്കിലും ഒരു കുഞ്ഞു തെളിവ് വെച്ചേക്കെന്ന് പറയുന്നിട്ടില്ല. അതും ഇതും ഒക്കെ സ്റ്റേജ് തന്നെയാണ്. കാരണം വെച്ചാൽ ആ മനുഷ്യൻ കയ്യിൽ ക്യാഷ് കൊടുക്കാന്ന് പറഞ്ഞ സമയത്ത് എനിക്ക് വേണ്ട, എനിക്ക് ബാങ്ക് വഴിയാണ് വേണ്ടത്, അത് മതി എന്ന് പറഞ്ഞ് ടാക്സ് ഒക്കെ കണ്ടുപിടിക്കുമല്ലോ, അതുകൊണ്ട് എനിക്ക് ബാങ്ക് ട്രാൻസാക്ഷൻ മതി എന്ന് പറഞ്ഞതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഇങ്ങനെ ചെയ്തത് വളരെ തെറ്റാണ് കേട്ടോ. സീരിയൽ ആർട്ടിസ്റ്റൊക്കെ ശരി തന്നെയാണ് ചെയ്യുന്ന കാര്യങ്ങൾ. അത് ഒരു മനുഷ്യൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അത് സ്വന്തം മകനെ പോലെ ആണെങ്കിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ആ ഒരു മനുഷ്യനോട് അത് ആരാണെങ്കിലും ചതിക്കാൻ പാടില്ല, വഞ്ചിക്കാൻ പാടില്ല. അത് മെയിനായിട്ടുള്ളൊരു കാര്യം. നമ്മൾ ഇന്നൊരാളെ ചതിച്ചാൽ നമ്മളെ ചതിക്കാൻ ഒരുപാട് ആൾക്കാർ പിന്നിൽ കാണുമെന്ന് ചിന്തിക്കുക. വഞ്ചന, ചതി, ഇത് ഒരിക്കലും ദൈവം പോലും പൊറുക്കാത്ത കാര്യങ്ങളാണ്. നമുക്ക് പൈസ എന്ന് പറഞ്ഞാൽ മറിഞ്ഞു വീഴേണ്ട കാര്യമില്ല. നമ്മൾ അധ്വാനിച്ചാൽ ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് ഒരു പണം എന്ന് പറയുന്നത്. പക്ഷെ പണം കാണുമ്പോൾ മറിഞ്ഞു വീഴുന്നു എന്ന് പറഞ്ഞ് കേട്ടാലേ പിന്നെ നമ്മൾ ആ ഒരു പണം കൊണ്ട് ഉപയോഗമില്ലാത്തൊരു കാലം വരും. അതാദ്യം മനസ്സിലാക്കാം. ഇത് മുഴുവൻ കളവാണ്. എന്നിട്ട് ഇപ്പോൾ പറയണ ന്യായം പറയുന്നത് അവൻ്റെ ഭാര്യയുടെ സ്വർണം ഞാൻ മേടിച്ചു എന്ന്. അമേരിക്ക ഈ പൈസ ആവശ്യപ്പെട്ടപ്പോൾ അത് സംബന്ധിച്ചൊരു വക്കീൽ നോട്ടീസ് അങ്ങോട്ട് അയച്ചപ്പോൾ അതിന് തിരിച്ചൊരു വക്കീൽ നോട്ടീസായിട്ട് മറുപടിയായിട്ട് നൽകിയതാണ്. ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ സ്വർണം അരവിന്ദാക്ഷൻ ചേട്ടൻ വാങ്ങി, അതിൻ്റെ ഒരു പ്രതിഫലമായിട്ടാണ് ഈ 11,07,000 രൂപ കൊടുത്തതെന്നാണ് അല്ലേ? എന്നാൽ പറയാം നോട്ടീസിൽ. പക്ഷേ സ്വർണ്ണം ഞാൻ മേടിക്കാനൊക്കെ ഒന്നാമത് എനിക്ക് അമേരിക്കയ്ക്ക് സ്വർണ്ണം കൊണ്ടുപോകാൻ പറ്റില്ല. ഇനി സർട്ടിഫൈ ചെയ്യണം, ഇത്ര സ്വർണ്ണം കൊണ്ടുപോകണം, എന്താ കാരണം പറയണം, അതിന് ഡ്യൂട്ടി കൊടുക്കണം. അതൊന്നും സ്വർണ്ണം കൊണ്ടുപോയില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ സ്വർണം മേടിക്കണമെങ്കിൽ 916 ആണോ, 24 കാരറ്റാണോ, 22 കാരറ്റാണോ, 20 കാരറ്റാണോ, 14 കാരറ്റാണോ, 1 ഗ്രാം ഗോൾഡാണോ, ഒന്നും അറിയില്ലല്ലോ. ഒന്നും സർട്ടിഫൈ ചെയ്തിട്ടില്ല, ഒരു സർട്ടിഫിക്കേഷനും ഇല്ല. എവിടെ വെയിറ്റ് ചെയ്യുന്ന പ്രൂഫില്ല. സ്വർണത്തിന് തൂക്കം വേണ്ടേ? അല്ലെങ്കിൽ ഇനി ഗ്രാമിന് എത്ര പൈസ, അല്ലെങ്കിൽ പവന് എത്ര പൈസ, ഒരു കണക്കുമില്ല. ഇന്ന് സ്വർണം 1,00,000 രൂപ വിലയുള്ള സമയത്തും ഈ പൈസയ്ക്ക് സ്വർണം തന്നു എന്ന് പറയുന്നതല്ലാണ്ട് സ്വർണ്ണം എവിടത്തെ എനിക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു, ഞാൻ അവൻ്റെ ഭാര്യയെ ആദ്യമായിട്ട് കാണുന്നത്, ദൈവം സാക്ഷിയായിട്ട് ആദ്യമായിട്ട് അവൻ്റെ ഭാര്യയെ കാണുന്നതും സംസാരിക്കുന്നതും 2022 ജൂണിലാണ്. ഞാൻ 2020 അമേരിക്കയിൽ പോയിട്ട് 21 എനിക്ക് സ്ട്രോക്ക് വന്നു. അത് കഴിഞ്ഞ് 2022 ഞാൻ വന്നിട്ട് ശേഷമാണ് അവൻ്റെ വീട്ടിലേക്ക് വിളിച്ചതും ആദ്യമായിട്ട് കാണുന്നതും സംസാരിക്കുന്നതും. അതിനുവേണ്ടി അവരോട് സംസാരിച്ചിട്ടില്ല, കണ്ടിട്ടില്ല. എനിക്ക് എങ്ങനെ സ്വർണം തന്നു ഒരു എന്തെങ്കിലും പ്രൂഫ് വേണ്ടേ? എന്തുകൊണ്ടാണ് ഈ പണം തരുന്നില്ല എന്ന് പറയുന്നത്, തരത്തില്ല എന്ന് പറയുന്നത്? തരാൻ തയ്യാറില്ലാന്ന്. ഇപ്പം എൻ്റെ ഇല്ല. ചില ആൾക്കാരുണ്ട്, പാവങ്ങൾ വീട്ടിൽ ചെന്ന് അവരെ ആട്ടി ഓടിക്കും. പക്ഷെ ഇതുപോലെ ഒരു സീരിയലിലോ ഒരു സിനിമയിലോ ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അവരെ പുണർന്ന് വീട്ടിനകത്തോട്ട് കയറ്റുകയും ചെയ്യും. അവർ ചോദിക്കുന്ന കാര്യങ്ങൾ അങ്ങ് ചുമ്മാണ്ട് അങ്ങ് എടുത്ത് കൊടുക്കുകയും ചെയ്യും. 2017 പരിചയപ്പെടുന്നു, 2018 ഐഫോൺ മേടിച്ചു കൊടുക്കുന്നു. ഓരോ വർഷവും ഓരോ ബർത്ത്ഡേക്ക് ഐഫോണും. അവസാനം ലാസ്റ്റ് എനിക്ക് ഐഫോൺ വേണ്ട, പകരം എനിക്ക് ബാങ്കിൽ പൈസ ഇട്ട് തന്നാൽ മതി, ഐഫോണിന്റെ പൈസയും കൂടെ ചേർത്ത് എനിക്ക് പൈസ തന്നാൽ മതി എന്ന് പറഞ്ഞ് ഈ ഒരു സീരിയൽ ആർട്ടിസ്റ്റ് പറയുണ്ടായി. അപ്പൊ പിന്നെ പൈസ നീ എടുത്തോ, നിന്റെ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങ് വിശ്വാസത്തോടെ അങ്ങ് കൊടുത്തു. പാവങ്ങൾ വന്നാൽ കൊടുക്കാത്ത ആൾക്കാരാണ് ഇതുപോലെ കൊടുക്കുന്നത്. അപ്പൊ ഞാൻ നിന്റെ നിന്ന് പൈസയൊന്നും മേടിച്ചിട്ടില്ല എന്നുള്ളൊരു അവസാനത്തെ ഒരു ചോദ്യം, ഒരു ഭീഷണി, ഇതാണ് ലാസ്റ്റ് കിട്ടുന്നത്. പക്ഷേ പാവപ്പെട്ട ആൾക്കാരെ തിരിഞ്ഞു നോക്കാത്ത ആൾക്കാരൊക്കെയാണ് ഇതൊക്കെ. ഒരു പാവപ്പെട്ട മനുഷ്യനെ, ഈ റോഡിലിരിക്കുന്ന മനുഷ്യനോ ഒരുപാട് സുഖമില്ലാണ്ട് കിടക്കുന്ന മനുഷ്യർക്കോ ഒരു നേരത്തെ ആഹാരമോ മരുന്നോ മേടിച്ചു കൊടുത്താൽ അതിന് പുണ്യം കിട്ടുമെന്ന് പറയാം. ഇത്രയും കാശുള്ള ഇവന്മാർക്കൊക്കെ ചുമ്മാ പൈസ കൊടുത്ത് ചുമ്മാ ഐഫോൺ മേടിച്ചു കൊടുത്ത് എന്താണ് ഇത്രയ്ക്ക് അവർക്ക് ബുദ്ധിമുട്ടിരിക്കുന്നത് മനസ്സിലാവുന്നില്ല. എൻ്റെ ഇപ്പോൾ പൈസ ഇല്ല, ഞാൻ അടുത്ത വർഷം തരാം, അല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞിട്ട് തരാം, അല്ലെങ്കിൽ അവർക്ക് സ്വത്തുണ്ടല്ലോ, ഭൂസ്വത്തുണ്ടല്ലോ, അവൻ്റെ പേരിൽ സ്വത്തുണ്ടെന്ന് എന്നോട് പറഞ്ഞു. എന്നോട് എന്നാൽ ഭൂസ്വത്ത് വിറ്റിട്ടെങ്കിൽ ഞാനും അങ്ങനെ ചെയ്യുള്ളൂ. എൻ്റെ വീടുമ്പോൾ കടം ഉണ്ടായിരുന്നു. എൻ്റെ വീടുമ്പോൾ കടം ഉണ്ടാകുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, അവൻ്റെ അച്ഛനോട് പറഞ്ഞു, എനിക്ക് വീടിൻ്റെ കടം കുറച്ച് മറ്റ് മെമ്പേഴ്സ് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് ഒരു 6 ലക്ഷം രൂപ എന്നെ സഹായിക്കുമെന്ന് പറഞ്ഞു. അയ്യോ, ഞാൻ പൈസ കണ്ട കാലം മറന്നു എന്ന് പറഞ്ഞു എന്നോട്. അവൻ്റെ അച്ഛനറിയാം, അമ്മയ്ക്കറിയാം, എല്ലാവർക്കും അറിയാം പൈസ ഉണ്ടെന്നുള്ളത്. അച്ഛൻ വിളിക്കേണ്ടി പറഞ്ഞു, എനിക്കറിയാം കടമുണ്ടെന്നറിയാം, പക്ഷേ എത്ര മേടിച്ചെങ്ങനെ എനിക്കറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത്ര പൈസ പറ്റിയിട്ടുണ്ട് ഇങ്ങനെയാണെന്ന് പറഞ്ഞു. പക്ഷെ ഒരു പൈസ രൂപ പോലും തരാൻ അച്ഛൻ തയ്യാറായിട്ടില്ല, അവരാരും തയ്യാറായിട്ടില്ല. ഈ പണം കൊടുക്കുന്നതിന് മുമ്പ് ഇദ്ദേഹത്തെ ആദ്യമായിട്ട് നേരിൽ കാണുന്നത്, അതായത് അമേരിക്കയിൽ നിന്ന് ഫോണിൽ വിളിച്ച് സംസാരിച്ചു. അതിനുശേഷം അരവിന്ദാക്ഷൻ ചേട്ടനോട് ഇദ്ദേഹം ആവശ്യപ്പെട്ടത് ഇദ്ദേഹത്തിൻ്റെ ഒരു ക്യാമറയുണ്ട്, അതിന് കുറച്ച് ആക്സസറീസ് വേണം, അത് അമേരിക്കയിൽ നിന്നും വരുമ്പോൾ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അങ്ങനെ കൊണ്ടുവന്നു. ഇദ്ദേഹം ഏകദേശം
നാട്ടിലെ ഒരു 22,000 രൂപയ്ക്ക് അടുത്തുണ്ട്. $250 അന്നത്തെ ഒരു കണക്കനുസരിച്ചിട്ട്. അപ്പോൾ ആദ്യമായിട്ട് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നു. ഇദ്ദേഹം അത് അയാൾക്ക് കൊടുത്തു. അന്ന് തന്നെ ഇയാൾ വലിയൊരു തട്ടിപ്പുകാരനാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ 10,000 രൂപ മാത്രം അരവിന്ദാക്ഷൻ ചേട്ടൻ്റെ ATM വഴിയിട്ട് എടുത്തു കൊടുത്തു അല്ലേ? അങ്ങനെയല്ലേ? എന്നിട്ട് പിന്നെ എന്താ സംഭവിച്ചത്? 10,000 എടുക്കാൻ പറ്റുള്ളൂ, ബാക്കി ഉണ്ടെങ്കിൽ പെനാൽറ്റി കൊടുക്കണം. അപ്പോൾ ഞാൻ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പോരേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് വിശ്വാസമാണ്, ഞാൻ കണ്ണടച്ച് വിശ്വസിച്ചു. ഞാൻ പറഞ്ഞു മതി, കുഴപ്പമില്ല, എന്താണ് നീ നഷ്ടപ്പെടണം, എനിക്ക് ബാങ്ക് എടുക്കാനല്ലേ മതി എന്ന് പറഞ്ഞാൽ ഞാൻ അക്കൗണ്ട് നമ്പർ, എൻ്റെ അഡ്രസ്സും അക്കൗണ്ട് നമ്പറും ഫോൺ നമ്പറും ഉള്ള ചെക്ക് ലീഫ് ഫോൻ്റെ കൊടുത്തു. അപ്പോൾ ഞാൻ ബാങ്കിൽ പൈസ വരണ്ടേ. അപ്പോൾ ബാങ്ക് മാനേജറിനോട് പറഞ്ഞു സ്ക്രീൻഷോട്ട് അയക്കാൻ പറഞ്ഞു. അത് പല പ്രാവശ്യം പറഞ്ഞു ഞാൻ അയച്ചുണ്ട് കിട്ടണില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു എൻ്റെ കയ്യിൽ നിന്ന് പോയി എന്ന് പറഞ്ഞു. എൻ്റെ ചോദ്യം, ആത്മാർത്ഥമുള്ളൊരു കൂട്ടുകാരനായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബ്രദറിനെ പോലെ, അല്ലെങ്കിൽ ഒരു കളവനായിട്ടായിക്കോട്ടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ അക്കൗണ്ട് നമ്പറും എൻ്റെ അഡ്രസ്സുള്ള ചെക്കിൽ സീരിയലും സിനിമയിലും കണ്ട് അവരെ സ്നേഹിച്ച് ആരാധിച്ചുകൊണ്ടിരുന്നാലും ഇതുപോലെയുള്ള പല പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഇനിയെങ്കിലും ആലോചിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്താൽ നന്നായിരിക്കും. കുറച്ചും കൂടി കഴിഞ്ഞെങ്കിൽ മിക്കവാറും ആ ഒരു വീടും കൂടി അടിച്ചു മാറ്റി പോകുമായിരുന്നു. ഇത് തന്നെ സംഭവിക്കാൻ പോകുന്നത്. കാരണം ദൈവഭാഗ്യത്തിന് ഇത്രയും കിട്ടിയതേ പുണ്യമെന്ന് വിചാരിക്കാം. ആ ഒരു പൈസ എങ്ങനെയെങ്കിലും തിരിച്ച് കിട്ടട്ടെ. കാരണം ഒരിക്കലും ഒരാളെ വഞ്ചിച്ച് നമ്മൾ ഒരു സാധനം, അതൊരു മുട്ടായി ആണെങ്കിൽ കൂടി നമ്മൾ വഞ്ചിച്ച് ഉണ്ടാക്കാൻ പാടില്ല, ചതിക്കാൻ പാടില്ല. അത് ദൈവം നമുക്ക് വേണ്ടിയിട്ട് ഒരു കണക്ക് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇന്ന കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ഇന്ന കാര്യങ്ങൾ സംഭവിക്കുമെന്ന ഒരു ചിന്ത മനസ്സിലുണ്ടായാൽ ഒരിക്കലും ഒരാളെ പറ്റിക്കാൻ തോന്നത്തില്ല. അയാൾക്കറിയാം ഈ ഒരു മനുഷ്യൻ അങ്ങനെ ഒന്നും ചോദിക്കത്തില്ല എന്നുള്ള രീതിയിലാണ് ഇരുന്നിട്ടുണ്ടായിരിക്കുക. പക്ഷെ ഇതിലൊരു വശവശക്ക് തോന്നുന്നത് ആ ഒരു സ്വർണം കൊടുത്തതിന്റെ പേരിൽ, സ്വർണത്തിന്റെ അവിടെ വരുമ്പോൾ ാണ് ഒരു ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വരുന്നത്. ഫോൺ വിളിച്ച് ചോദിക്കാം. നമസ്കാരം, അരുൺ രാഘവാണോ? അതെ. അതുകൊണ്ട് എൻ്റെ ഒരു പീയൂഷ് എന്നാണ്, മറുനാടൻ മലയാളം റിപ്പോർട്ടറാണ്. താങ്കൾ ഈ മാളയിലുള്ള ഒരു അരവിന്ദാക്ഷൻ എന്ന് പറഞ്ഞ ആളുടെ കയ്യിൽ നിന്ന് കുറച്ച് പണം കടം വാങ്ങിയിട്ട് തിരികെ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ പരാതിയായിട്ട് അദ്ദേഹം നമ്മളെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് അതിന്റെ നിങ്ങളുടെ ഒരു ഭാഗം അറിയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്? അത് ഓൾറെഡി പുള്ളി കേസായിട്ട് ഫയൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി കേസ് പോയിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്, കോടതിയിലിരിക്കുന്ന കാര്യമാണ്. ഞാൻ പുള്ളി നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി അതിന്റെ പ്രൂഫും കൂടെ പ്രൊവൈഡ് ചെയ്യാൻ പറയൂ. അതായത് ഞാൻ പുള്ളിയുടെ അടുത്ത് ചോദിച്ചതായിട്ട് ഒരു മെസ്സേജായിട്ടോ ഒരു കോളായിട്ടോ ഒരു റിട്ടേൺ ഇതായിട്ടോ എന്തെങ്കിലും ഒരു സാധനം ആ പുള്ളിയോട് പ്രൊവൈഡ് ചെയ്യാൻ പറയും. അപ്പൊ ഈ പണം ട്രാൻസാക്ഷൻ നടത്തിയേക്കുന്നത് എങ്ങനെയാ? അപ്പം ശരിയാണ്. ഇപ്പൊ ആരടുത്തെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ ഉടനെ പറയും അത് കോടതിയിൽ കേസ് നടക്കാണ്, അതിനെക്കുറിച്ച് നമുക്ക് ഇവിടെ പറയാൻ പറ്റത്തില്ല, സീക്രട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഇവിടെ പറഞ്ഞാൽ അത് പൊട്ടി പാളീസായിപ്പോയും. അത് കോടതി നീക്കം, കോടതിക്കാർ മാത്രം ചിന്തിക്കുന്ന കാര്യമാണ് കേട്ടോ. ഇതാണ് ഇപ്പോഴത്തെ ആൾക്കാർ പൈസ കടം ചോദിച്ചത് തിരിച്ചു മേടിക്കുമ്പോഴത്തേക്കുള്ള ഒരു പ്രശ്നം. ഇതാണ് ചോദ്യം. അതേപോലെ അത് ഓൾറെഡി കോർട്ടിലിരിക്കുന്ന കാര്യമാണ്. എന്റെ വീട് പണിയുടെ സമയത്ത് കുറച്ച് ഗോൾഡ് ഞാൻ സെയിൽ ചെയ്യാൻ വേണ്ടി പോയിരുന്നു. അപ്പൊ ഈ പുള്ളിയാണ് പറഞ്ഞത് ഗോൾഡ് പുള്ളി എടുത്തിട്ട് ക്യാഷ് തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്ന ക്യാഷാണത്. അപ്പോ നിങ്ങൾക്കൊരു മീഡിയ വാല്യൂ ഉള്ള സാധനമാണ്, നിങ്ങൾക്ക് ഇത് പബ്ലിഷ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ ഇത് ഓൾറെഡി കോടതിയിലിരിക്കുന്ന കാര്യമാണ്. ഓൾമോസ്റ്റ് ഒരു 3 മാസമായിട്ട് കോർട്ടിലുള്ളതാണ്. ഓക്കെ. പറഞ്ഞ പോലെ എല്ലാ ബർത്ത്ഡേക്കും ഒരു ഐഫോൺ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല. അതിന് പകരം നേരിട്ട് കണ്ട് സൗഹൃദം സ്ഥാപിച്ചു, അച്ഛനും മകനുള്ള ഒരു സ്ഥാനം കൊടുത്തു, അവസാനം പൈസയും തട്ടിയതാ പോയി. 2017 പരിചയപ്പെട്ടു, 2018 ഓരോ വർഷം കൂടുന്നവരും ഓരോ ഐഫോണും. ഈ ഐഫോണൊക്കെ എവിടെയാണ് കൊണ്ടുവച്ചിരിക്കുന്നത്? അല്ലെങ്കിൽ നാണയില്ലേ ഈ ഐഫോണൊക്കെ മേടിച്ചിട്ട് ആ ഒരു വ്യക്തിയെ തന്നെ ഇങ്ങനെ പറ്റിക്കാൻ? ഇപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എന്തായാലും ഈ ഒരു വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോ ഇട്ട് വരാം.